ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി രാജ്യമൊട്ടാകെ ആഘോഷിക്കുന്ന ഉത്സവമാണ്. തുലാമാസത്തിലെ അമാവാസിയിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ദീപങ്ങളും പടക്കങ്ങളും മധുരവും എല്ലാം ചേർന്നതാണ് ദീപാവലി ആഘോഷം. തിന്മയുടെയും അജ്ഞാനത്തിൻ്റെയും പ്രതീകമായ ഇരുട്ടിനെ നന്മയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ പ്രകാശത്തിലൂടെ മറികടക്കാമെന്നതാണ് ദീപാവലി ആഘോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷം ഒരു ദിവസം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഉത്തരേന്ത്യയിൽ അത് 5 ദിവസം നീണ്ടു നിൽക്കുന്നു. ദീപാവലിയെക്കുറിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. പാൽക്കടൽ കടഞ്ഞപ്പോൾ അതിൽ നിന്നും മഹാലക്ഷ്മി ഉയർന്നു വന്ന ദിവസമാണ് ദീപാവലി എന്നാണ് ഒന്ന്. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് ദീപാവലി എന്ന് മറ്റൊരു ഐതിഹ്യം. എന്നാൽ മഹാവിഷ്ണു നരകാസുരനെ വധിച്ച കഥയാണ് കൂടുതൽ പ്രചാരം. ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ. അതുകൊണ്ട് തന്നെ ഭൂമിദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ മഹാവിഷ്ണു നരകാസുരന് നാരായണാസ്ത്രം നൽകി. ആ ആയുധം കയ്യിൽ ഉള്ളിടത്തോളം കാലം പത്നി സമേതനായ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും അവനെ വധിക്കാനാവില്ലെന്ന് വരസിദ്ധി കൊടുത്തു. അസ്ത്രം ലഭിച്ചതോടെ നരകാസുരന്റെ ഭാവം മാറുകയും ത്രിലോകത്തിന് ശല്യമായി തീരുവാനും തുടങ്ങി. അഹങ്കാരം മൂത്ത നരകാസുരൻ ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും കിരീടവും അപഹരിച്ചു. ഇന്ദ്രമാതാവായ അതിഥിയുടെ വൈരക്കമ്മലുകൾ സ്വന്തമാക്കുകയും ചെയ്തു. ദേവസ്ത്രീകളെ തടവിലാക്കുകയും ദേവന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തു. നരകാസുരന്റെ ക്രൂരതകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ദ്രൻ എന്തു ചെയ്യണമെന്നറിയാതെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി സങ്കടമുണർത്തിച്ചു. ഇതുകേട്ട ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂഢനായി നരകാസുരന്റെ രാജ്യതലസ്ഥാനത്തെത്തി. നരകാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ട അദ്ദേഹം അർദ്ധരാത്രി കഴിഞ്ഞപാടെ അസുരനെ വധിച്ചു. ബ്രാഹ്മമുഹൂർത്തം കഴിയവേ ഗംഗാതീർത്ഥത്തിലെത്തി ദേഹശുദ്ധി വരുത്തി. പിന്നീട് നരകാസുരനിൽ നിന്നും വീണ്ടെടുത്ത സ്ഥാനചിഹ്നങ്ങൾ മഹാവിഷ്ണു ദേവേന്ദ്രന് തിരിച്ചേൽപ്പിച്ചു. നരകാസുരവധത്തിൽ ആഹ്ലാദം പൂണ്ട ദേവന്മാർ ദീപങ്ങൾ കത്തിക്കുകയും കരഘോഷങ്ങൾ മുഴക്കിയും മധുരം നൽകിയും സന്തോഷം പങ്കുവച്ചു. ഇതിൻ്റെ സ്മരണയിലാണ് നന്മയുടെ പ്രകാശം തെളിയിക്കുന്ന ആഘോഷമായ ദീപാവലി മാറിയത്. Pebbles Malayalam.